മറയൂരിൽ വിനോദസഞ്ചാരികളും ജീപ്പ് ഡ്രൈവർമാരും തമ്മിൽ സംഘർഷമുണ്ടായി. പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ 12 പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ഹോൺ മുഴക്കിയത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. கெஸ்ட்டோட வந்துகிட்டு இருந்தோம். ஃபஸ்ட்டு என்னன்னா இவங்க வந்து தண்ணி அடிச்சிட்டு இருந்தாங்க. மேலே பைஷ்னர் கல் சாப்பிட்ட அது என்னன்னா நாங்கள் தள்ளி நின்று தண்ணி அடிக்கணும். இவங்க எல்லாம் பாட்டில் வச்சுருந்தாங்க கையில். அது சொல்லிட்டு போகும்போது இவங்க என்ன செஞ்சிட்டாங்கன்னா கெட்ட வார்த்தை உள்ளே இருக்க கெஸ்ட்டெல்லாம் பயந்தாங்க. அப்போ நான் சொன்னேன், எதுக்குண்ணே கெட்ட வார்த்தை வைங்க அப்படின்னு சொன்னேன். ரெண்டாவது என் கூட வந்த வண்டி 2 வண்டிக்குள்ளே கல் எடுத்து எரிஞ்சு குப்பியை வச்சு கிளாஸை உடச்சி எல்லாம் நொறுக்கிட்டாங்க. அது போய் கேட்டதுக்கு ரெண்டாவது எல்லாத்தையும் வந்து அடிக்க வந்தாங்க. அது இன்னொன்று என்னென்னா வந்த வண்டி ஜீப்காரங்க எந்தெந்த வண்டி வந்துச்சோ அந்த வண்டி எல்லாத்தையும் கல்ல கொண்டு இருந்தாங்க. அதான் லாஸ்ட்டு நான் போய் கெஸ்ட்டை இறக்கி விட்டு இப்போ நான் வந்தேன். நீங்கள் ஓரமாக நின்றுங்களேன்னு சொல்லிட்டாரு. ஏன் இப்படி சொல்கிறீங்க? உங்களை நம்பி தானே நாங்கள் இங்கே வந்திருக்கோம். இப்படி தான் சார் பேசணும். நீங்கள் எப்படி கீழே வண்டியை கொண்டு வரீங்கன்னு பார்ப்போம்னு சொல்லிட்டு அவங்க தான் சொல்லிட்டாங்க. அப்புறம் இங்கே வந்து மறித்து கூட வந்த ஒருத்தர் மேலே கல்லை கொண்டு வந்துட்டாங்க. அதனால விடுங்க பேசிக்கலாம் சொல்லி மறிக்கவும் ஒரு கிணக்கும் இங்கே பின்னாடி அடிச்சிட்டாங்க. அங்கே ஆமாம், இவ்வளோ பெரிய கட்ட அதை வச்சு அடிச்சிட்டாங்க. கீழே அடித்தாங்க. அப்புறம் വിവരങ്ങൾ ജെയിൻ, ഇങ്ങനെ ഒരു സംഘർഷത്തിന് വഴിവെച്ച കാര്യങ്ങൾ എന്താണ്? എത്ര പേർക്കാണ് പരിക്കേറ്റത്? പോലീസ് കേസെടുത്തോ? പ്രജീഷ്, വിനോദസഞ്ചാര കേന്ദ്രമായ മറയൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. ജീപ്പ് ഡ്രൈവർമാരും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് മറയൂരിലേക്ക് എത്തിയ വിനോദസഞ്ചാരികളും തമ്മിലായിരുന്നു സംഘർഷം. 45 വിനോദസഞ്ചാരികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ്സിൻ്റെ മുന്നിലെയും പിന്നിലെയും അതോടൊപ്പം തന്നെ ഒരു വശത്തെയും ചില്ലുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. ജീപ്പ് ഡ്രൈവർമാർക്കെതിരെ വിനോദസഞ്ചാരികൾ ആക്രമണം നടത്തിയെന്ന് ജീപ്പ് ഡ്രൈവർമാർ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഞ്ചാരികൾ പറയുന്നത് തുടർച്ചയായി ഈ ജീപ്പ് ഡ്രൈവർമാർ ഹോൺ മുഴക്കുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇത്തരമൊരു ആക്രമണം നടന്നത് എന്നുള്ളതാണ് വിശദീകരണം. 12 പേർക്കാണ് പരിക്കേറ്റത്. ഈ ബസ്സിലുണ്ടായിരുന്നു വിനോദസഞ്ചാരികളായി എത്തിയത് കോളേജ് വിദ്യാർത്ഥികളാണ്. അവർ ഈ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പെൺകുട്ടികളടക്കം ഉണ്ടായിരുന്നു. അവർ പല സ്ഥലത്തേക്ക് ഓടി മാറുകയായിരുന്നു. അതിനുശേഷം ഇവരെ പലരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഈ കൂടെയുള്ളവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 പേരാണ് മറയൂരിലെ താലൂക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സ തേടിയിരിക്കുന്നത്. ഇതിൽ 2 ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമാണ്. വിനോദസഞ്ചാരികളുടെ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, മറ്റ് ഗുരുതര പരിക്കുകൾ വിനോദസഞ്ചാരികൾക്കില്ല. ഈ പരിക്കേറ്റ 2 ഡ്രൈവർമാരെ ഒരാളുടെ കാലിനും ഒരാളുടെ തോളലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൂന്നാറും അതോടൊപ്പം തന്നെ മറയൂരും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വിനോദസഞ്ചാരികളും പ്രദേശവാസികളും തമ്മിലുള്ള സംഘർഷം അത് തുടർച്ചയായി ഉണ്ടാവുകയാണ്. പല സംഭവങ്ങളിലും പ്രകോപനം സൃഷ്ടിക്കുന്നത് പ്രദേശവാസികളാണ്. ചെറിയ നിസ്സാര കാര്യത്തിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ നിയമവാഴ്ച അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഈ പ്രദേശവാസികൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം നിരവധി സംഭവങ്ങൾ മൂന്നാറിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരങ്ങേറിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ മറയൂരിലും ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും പോലീസിൻ്റെ സാന്നിധ്യമില്ല എന്നുള്ളത് ഈ പ്രശ്നങ്ങൾ അതിരൂക്ഷമാക്കുന്നുണ്ട്. മറയൂരിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും പ്രതികരണവുമാണ് കേട്ടത്.